കൊറിയൻ ഉപദ്വീപിൽ വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വജ്രായുധങ്ങൾ ഗർജിക്കുന്നു. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന വാർഷിക സൈനികാഭ്യാസത്തിന് മറുപടിയായി ഒരേ സമയം 10ലധികം മിസൈലുകളാണ് ഉത്തര കൊറിയ വിക്ഷേപിച്ചത്. ശത്രുക്കളെ മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള 600 മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളുടെ വൻതോതിലുള്ള വിക്ഷേപണം കിം ജോങ് ഉൻ നേരിട്ട് നിരീക്ഷിച്ചു. ഇത് കേവലം ഒരു പരീക്ഷണമല്ലെന്നും തങ്ങളുടെ ആണവായുധങ്ങളുടെ പ്രഹരശേഷി ലോകത്തിന് കാണിച്ചുകൊടുക്കാനുള്ള മുന്നറിയിപ്പാണെന്നും ഉത്തര കൊറിയ പ്രഖ്യാപിച്ചുകഴിഞ്ഞു. തലസ്ഥാനമായ ഉത്തര കൊറിയയുടെ സമീപത്തുനിന്നാണ് മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. കൊറിയയുടെ കിഴക്കൻ കടലിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ 100% കൃത്യതയോടെ ഇവ പതിച്ചുവെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ കൊറിയയുടെ സൈനിക കേന്ദ്രങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഏകദേശം 350 മുതൽ 420 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ശത്രുക്കളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ദക്ഷിണ കൊറിയൻ സൈന്യത്തെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ നിർണായക സൈനികാഭ്യാസത്തിൽ കിം ജോങ് ഉന്നിനൊപ്പം അദ്ദേഹത്തിന്റെ മകളും സാധ്യമായ പിൻഗാമിയുമായ കിം ജു എയും പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ഭരണകൂടത്തിന്റെ കരുത്ത് വരും തലമുറയിലേക്കും പടരുകയാണെന്ന സന്ദേശമാണ് ഈ സാന്നിധ്യം നൽകുന്നത്. തന്ത്രപരമായ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള തങ്ങളുടെ കഴിവിനെക്കുറിച്ച് ശത്രുക്കൾക്ക് ആഴത്തിലുള്ള ധാരണ നൽകാൻ ഈ വിക്ഷേപണം സഹായിക്കുമെന്ന് കിം ജോങ് ഉൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ആഗോള ഉപരോധങ്ങൾക്കിടെയും ഉത്തര കൊറിയയുടെ ആയുധശേഷി വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവായി ഈ പരീക്ഷണങ്ങൾ വിലയിരുത്തപ്പെടുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തുന്ന അഭ്യാസങ്ങൾ വെറും പരിശീലനമല്ലെന്നും അത് ഉത്തര കൊറിയയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണോത്സുകമായ യുദ്ധപരിശീലനമാണെന്നുമാണ് ഉത്തര കൊറിയയുടെ നിലപാട്. കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് ഈ അഭ്യാസങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. മേഖലയിലെ സമാധാനം തകർക്കുന്നത് അമേരിക്കയും ദക്ഷിണ കൊറിയയുമാണ്. ഇതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ അഭ്യാസങ്ങൾ പ്രതിരോധപരമായ സന്നദ്ധത ഉറപ്പാക്കാൻ മാത്രമാണെന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. 2 പതിറ്റാണ്ടിലേറെയായി ഉത്തര കൊറിയ തങ്ങളുടെ മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അത്ഭുതകരമായ മുന്നേറ്റം നേടിയിട്ടുണ്ട്. വിവിധതരം ബാലിസ്റ്റിക്കും ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച അവർ ഇപ്പോൾ ആണവായുധങ്ങൾ വിതരണം ചെയ്യാനുള്ള ശേഷിയും കൈവരിച്ചതായി കരുതപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി 2006 മുതൽ കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആയുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറാൻ കിം ജോങ് ഉൻ തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് രാജ്യം തുടരുകയാണ്. കൊറിയൻ ഉപദ്വീപിലെ സംഘർഷം കുറയ്ക്കുന്നതിനായി നയതന്ത്ര നീക്കങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി കിം മിൻ സിയോക് വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഉത്തര കൊറിയയുമായി വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചത്. കിം ജോങ് ഉന്നുമായി നേരിട്ട് സംഭാഷണത്തിന് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. മുൻപ് ട്രംപും കിമ്മും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നെങ്കിലും പിന്നീട് ബന്ധം വഷളാകുകയായിരുന്നു. മിസൈൽ വിക്ഷേപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും ഉത്തര കൊറിയയിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രകോപനങ്ങളെ നേരിടാൻ സന്നദ്ധമാണെന്ന് ദക്ഷിണ കൊറിയ പ്രഖ്യാപിച്ചു. ഉത്തര കൊറിയയുടെ ആയുധ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് മേഖലയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അവർ ആവർത്തിച്ചു പറയുന്നു. ഉത്തര കൊറിയയുടെ സൈനിക നീക്കങ്ങളെ ജപ്പാനും അമേരിക്കയും അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഉത്തര കൊറിയൻ സൈന്യത്തിന്റെ യുദ്ധപ്രതിരോധശേഷി പരിശോധിക്കുന്നതിനായി ഭാവിയിലും ഇത്തരം പരീക്ഷണങ്ങൾ തുടരുമെന്ന് ഉത്തര കൊറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികളുടെ നീക്കങ്ങളെ ചെറുക്കാൻ തങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് കിം ജോങ് ഉൻ വിശ്വസിക്കുന്നു. സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നതാണ് ഉത്തര കൊറിയൻ ഭരണകൂടത്തിന്റെ നിലപാട്. ഉപരോധങ്ങൾ എത്ര കടുപ്പിച്ചാലും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അവർ ഓരോ പരീക്ഷണത്തിലൂടെയും തെളിയിക്കുന്നു. കൊറിയൻ ഉപദ്വീപ് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണുള്ളത്. ലോകരാഷ്ട്രങ്ങൾ ഈ സംഘർഷം പരിഹരിക്കാൻ ഇടപെടലുകൾ നടത്തുമ്പോഴും ആയുധങ്ങളുടെ മുഴക്കം നിലയ്ക്കാത്ത ഉത്തര കൊറിയ ലോകത്തിന് എന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അമേരിക്കയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൊറിയൻ ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്.